ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 54,900ൻ്റെ കോൾ ഓപ്ഷനാണ് എടുത്തത്. ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. കാരണം എനിക്കൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്കൊന്ന് തോന്നുന്നത്. സോ ഞാൻ ഒരു കോൾ ഓപ്ഷനിലാണ് എൻട്രി എടുത്തത്. നമ്മുടെ ലൈനെ ഡ്രോ ചെയ്ത് വെച്ചു. അപ്പോൾ ലൈനെ മാർക്കറ്റ് താഴേന്ന് മേളിലോട്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ 54,900ൻ്റെ കോൾ ഓപ്ഷൻ ഒരു 90 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. നമ്മൾ ക്യാൻഡിലിൻ്റെ ക്ലോസിന് മുന്നേ ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ളൂ, നെഗറ്റീവ് ആവുന്നുണ്ട്. നമ്മളുടെ ക്യാൻഡിലിൻ്റെ ക്ലോസിന് തൊട്ട് മുന്നേ ഞാൻ ട്രേഡ് എടുത്തു എന്നുള്ളൊരു പ്രശ്നമാണ് ഇതിൻ്റെ അകത്തുള്ളത്. കുഴപ്പമില്ല, കാരണം ക്ലോസിന് മുന്നേ ട്രേഡ് എടുക്കാനും ഒരു കാരണമുണ്ട്. മാർക്കറ്റ് നമ്മുടെ ലൈനിനെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അപ്സൈഡ് മൊമെൻറ്റം, കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം വരും എന്നാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. സോ അതാണ് അവിടുന്ന് അങ്ങനെ ഒരു എൻട്രി എടുക്കാൻ ഉള്ളൊരു കാര്യം. കണ്ട, എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അവിടുന്ന് മാർക്കറ്റ് റിജക്ഷനാണ്. എനിക്കൊരു പുട്ട് സൈഡ് എൻട്രി എനിക്ക് തോന്നുന്നില്ല, എനിക്കൊരു കോൾ സൈഡ് എൻട്രി ആണ്. ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. ഇപ്പം അത്യാവശ്യം നല്ലൊരു റെഡിലോട്ടായിട്ടുണ്ട്. 54,900ൻ്റെ ആണ് സി ആണ് നമ്മൾ ബൈ ചെയ്ത്. നമുക്ക് ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ റിസ്ക് എടുക്കണ്ട, താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് ഇറങ്ങിയേക്കാം. 947 അപ്പോൾ 910 ഏകദേശം നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. 911 ട്രിഗറും വച്ചേക്കാം. അത്യാവശ്യം നമ്മുടെ ലൈനിൻ്റെ അവിടുന്ന് തന്നെ റിജക്ഷൻ എടുത്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം മേളിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡിൽ എൻട്രി എടുക്കാമെന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മളുടെ 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാ കൊടുക്കുന്ന പോലെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസും കൊടുക്കാം. അതാണിപ്പോൾ നമ്മൾ കൊടുത്ത് ഇട്ടിരിക്കുന്നത്. സോ ഇപ്പോൾ ഒരു ചെറിയൊരു നെഗറ്റീവിൽ ആണ് റണ്ണിങ്. ഒരു 2000+ ഒരു നെഗറ്റീവ് കാണിച്ചതായിരുന്നു, അല്ലെങ്കിൽ മൈനസ് കാണിച്ചതായിരുന്നു. സോ എഗെയിൻ അതൊരു റിജക്ഷനായിട്ട് അപ്സൈഡ് ക്യാൻഡിൽ നമ്മുടെ ലൈനിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്നും റിജക്ഷൻ ചെയ്ത് താഴത്തോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. നമുക്ക് ഓവറോൾ ഒരു 3000+ ഒരു ലോസ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങേണ്ടി വരും. എൻ്റെ ഒരു ഓവറോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഇവിടുന്നൊരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുമെന്നാണ്. നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്യുമെന്ന്. പക്ഷേ ലൈനിൻ്റെ ബ്രേക്ക് കഴിഞ്ഞിട്ട് റീടെസ്റ്റിൽ ട്രേഡ് എടുത്താൽ മതിയായിരുന്നു. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 1 മിനിറ്റും കൂടെ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിനുള്ളൂ. ഇപ്പോൾ ഇത് മേളിൽ ക്ലോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഞാനേ ഇവിടുന്ന് മേളിലേക്ക് ബ്രേക്ക് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ആവുമെന്ന് വിചാരിച്ചാണ് ഞാൻ അപ്പം തന്നെ ട്രേഡിൽ എൻട്രി എടുത്തത്. സോ പക്ഷേ അങ്ങനെ ഉണ്ടായില്ല, ഒരു റിജക്ഷനാണ്. കുഴപ്പമില്ല, ഇന്നിപ്പോൾ ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വന്നാലും ഒരു ട്രേഡും കൂടി എടുത്തു നോക്കാം. ജസ്റ്റ് അതിപ്പോൾ ഓക്കെ, സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. കാരണം മാർക്കറ്റ് മേളിലോട്ട് ലൈനിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ അവിടുന്ന് തന്നെ റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ താഴത്തോട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് താഴത്തോട്ട് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ കുഴപ്പമില്ല, നമ്മുടെ ലൈനിൻ്റെ മേളിൽ ക്യാൻഡിലിൻ്റെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. ഈ വീക്ക് ഫുള്ള് ഇന്നലെയും ഞാൻ എൻ്റെ ലോസിനെ റിക്കവർ ചെയ്തായിരുന്നു. എനിക്ക് ലാസ്റ്റ് മൊമെൻറ്റ് ഞാൻ അത് കഴിഞ്ഞ് ട്രേഡ് എടുത്ത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിൽ ഞാൻ ഇന്നലെ ഞാൻ എൻ്റെ ലോസിനെ റിക്കവർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഗ്രീനിലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രേഡ് പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സിസ്റ്റം ക്ലോസ്ഡ്. നല്ല നെഗറ്റീവിലാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടി എടുക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് കംപ്ലീറ്റ്ലി ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ ഇൻഷാ അല്ലാഹ് എന്താ നമുക്കറിയില്ല, എന്താ നോക്കാം. കണ്ട എക്സാക്ട്ലി നമ്മുടെ ക്യാൻഡിലിൻ്റെ നമ്മുടെ ലൈനിൻ്റെ താഴത്താണ് ട്രേഡേഴ്സ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എന്താ അവിടുന്ന് തന്നെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും ഒരു പുട്ട് സൈഡ് എൻട്രിയിലേക്ക് അല്ലെങ്കിൽ ഒരു പി സൈഡിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഓവറോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം ആണ്.
പിന്നെ ഇപ്പോൾ ഉടനെ നമ്മുടെ ലൈനെ മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ട്രേഡ് എടുക്കണോ വേണ്ടയോ, അപ്പോൾ എങ്ങനത്തെ ക്യാൻഡിലാണ് ഫോം ആവുന്നത്, ആ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറും കൂടെ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ ട്രേഡ് എൻട്രി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നിപ്പോൾ ഇത് ഗ്രീനിൽ കോൺഫിഡൻസ് ഇല്ല ഈ ട്രേഡിൽ, വേറെ ഒന്നും കൊണ്ടല്ല. എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ താഴത്താണ് മാർക്കറ്റിൻ്റെ ക്ലോസ് കിട്ടിയത്. എക്സാക്ട്ലി നമ്മുടെ ലൈനിൻ്റെ താഴത്ത് നിന്ന് മാർക്കറ്റ് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ അതൊരു ഗ്രീനായി മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു പിന്നെ കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. നമ്മളുടെ ടാർഗറ്റ് ആണോ സ്റ്റോപ്പ് ലോസ് ആണോ എന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഒരു 3000+ ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ്, അടുത്ത ഒരു ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. അതാ ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻട്രി എടുത്തത്. ജസ്റ്റ് നല്ലൊരു കോൺഫിഡൻസ് ഉള്ളൊരു ട്രേഡാണ്, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു റിട്രേസ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പം വലിയൊരു ഫോളോ വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏതായാലും കൊടുത്തിട്ടേക്കാം. 875ഉം 901 നമുക്ക് എൻട്രി കിട്ടിയത്. 876ഉം ട്രിഗർ വന്നിട്ട് 876ഉം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതും കൂടെ ലോസ് ആണെങ്കിൽ ഇന്നിപ്പോൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല, പിന്നെ ലോസ് കൊടുത്ത് കൂട്ടാമെന്നല്ലാതെ ഒരു 2 ട്രേഡ്സ്. അപ്പോൾ ഇതിലും ഒരു ഏകദേശം ഒരു 3000 വന്നു കഴിഞ്ഞാൽ ഒരു 7000, 36 ഓക്കെ, ഏകദേശം അറൗണ്ട് ഒരു 7000ൻ്റെ ഒരു ലോസ്. ഓക്കെ, അത്യാവശ്യം എടുത്തപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അറിയില്ല റിട്രേസ് ആണോ. പക്ഷേ ഓവറോൾ ഒരു സ്ട്രക്ചറും വെച്ച് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ ഒരു ബിഹേവിയറും ഹാമർ ക്യാൻഡിലിൻ്റെ ആ ഒരു ഫോർമേഷനും കറക്റ്റ് എക്സാക്ട്ലി നല്ലൊരു പോർഷനിൽ വന്നിട്ടാണ് ഹാമർ ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ ഉണ്ടായത്. ആ ഹാമറിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെയാണ് ഞാൻ ട്രേഡിൽ എൻട്രി എടുത്ത്. ഹാമറിൻ്റെ എക്സാക്ട്ലി ഡൗൺ സൈഡാണ് ഞാൻ സ്റ്റോപ്പ് ലോസും വച്ചിരിക്കുന്നത്. അപ്പം താഴത്തോട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും ഈ ട്രേഡിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 5000 അടുപ്പിച്ച് പ്രോഫിറ്റ്. അപ്പോൾ ഏകദേശം ആദ്യത്തെ ലോസിനെയും കൂടെ റിക്കവർ ചെയ്തിട്ട് ഒരു 2000+ പ്രോഫിറ്റ് ഓവറോൾ ദിസ് വീക്ക് നമുക്കൊരു ഗ്രീനിൽ നിർത്താൻ സാധിക്കും ഈ ഒരു വീക്ക്. അല്ല ഇനിയിപ്പോൾ ഇത് റെഡിലാണെങ്കിൽ ഓക്കെ ഫൈൻ, ഇന്നത്തെ ഈ ആഴ്ചയിൽ ഫസ്റ്റ് റെഡായിരിക്കും. ഏതായാലും നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നെന്ന്. ഇപ്പോൾ ഒരു 2000+ ലോസ് റൺ ചെയ്യുന്നുണ്ട്. 55,000ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ജസ്റ്റ് ഒരു ഓക്കെ, അത്യാവശ്യം താഴത്തോട്ടൊരു ഡൗൺഫോളാണ്. 3000 അടുപ്പിച്ച് ലോസ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെരി ക്ലോസ് ടു അവർ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഇനി സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനി നോ മോർ ട്രേഡ്സ്. ഇനി വെറുതെ നമ്മൾ ട്രേഡ് എടുത്ത് നമ്മളുടെ ഒരു ഡിസിപ്ലിൻ നശിപ്പിക്കേണ്ട കാര്യമില്ല. 55,000 2700 2800 അടുപ്പിച്ചിപ്പോൾ ലോസ് കാണിക്കുന്നുണ്ട്. നമ്മളുടെ ഒരു ഓവറോൾ ഒരു പ്രോഫിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലോസ് ലിമിറ്റായി. പക്ഷേ നല്ല താഴത്തോട്ട് അത്രയും വന്നിട്ടില്ല കണ്ടോ. പക്ഷേ ക്യാൻഡിലിൻ്റെ നമ്മളുടെ പ്രീമിയം വൈസ് നമ്മൾ വച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് ഏകദേശം ഹിറ്റ് ആവാറായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ ലോ വരെ ബ്രേക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കൊടുക്കേണ്ടി വരും. സോ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എത്രയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് നോക്കിയപ്പോൾ എക്സാക്ട്ലി ആ ഒരു ഏരിയയിൽ വന്ന, അല്ലെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുന്ന ആ സ്റ്റോപ്പ് ലോസിൽ വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടത്. സോ പിന്നെ സ്പോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പ്രീമിയം വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറങ്ങിയേക്കാം മാർക്കറ്റിൽ നിന്ന്. പിന്നെ ഇനിയിപ്പോൾ ഒരു 2 days മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്, സാറ്റർഡേ സൺഡേ. സോ ഞാൻ നമ്മളുടെ
ക്രിപ്റ്റോയിൽ അത്യാവശ്യം ട്രേഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ അത് ഇട്ടിട്ടില്ല, ചെയ്തിട്ടില്ല. കാണാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അതിലെങ്ങനെ ട്രേഡ് എടുക്കുന്നു എന്നറിയാനൊരു ജസ്റ്റ് ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയും റെക്കോർഡ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാനത് കാണിക്കാവുന്നതാണ്. അപ്പം സാറ്റർഡേയും സൺഡേയും കൂടെ വേണമെങ്കിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന വലിയ ക്വാണ്ടിറ്റി ഒന്നും ചെയ്യുന്നില്ല, ചെറിയ ക്വാണ്ടിറ്റി ഒരു ജസ്റ്റ് ഒരു $10 അല്ലെങ്കിൽ ഒരു $20 അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡ്സാണ് ഞാൻ ചെയ്യാറ്. സോ അപ്പം ആ ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ ട്രേഡ് ഞാൻ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്തിടാം, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ. ട്രേഡേഴ്സ് ഏകദേശം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ട്രേഡേഴ്സ് നമുക്ക് ഏതായാലും സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. താങ്ക് യു. 2 ട്രേഡിൽ ഇന്ന് ലോസ് ബുക്ക് ചെയ്തേ.